الله الرحمن الرحيم. عن علي رضي الله عنه قال بعث رسول الله صلى الله عليه وسلم سرية وأمر عليهم رجلا من الأنصار. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ യാത്രയാക്കി, ഒരു യുദ്ധസൈന്യത്തെ യാത്രയാക്കി. ആ സൈന്യത്തിന് അൻസാരികൾപ്പെട്ട ഒരാളെ അമീറാക്കി നിശ്ചയിക്കുകയും ചെയ്തു. ഒരു അമീറിനെ നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഘത്തെ, ഒരു ജമാഅത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുവിക്കുകയാണ്. എല്ലാ ജമാഅത്തുകൾക്കും അമീർ ഉണ്ടാകണം. ഈ ജമാഅത്തിന്റെ അമീർ ഒരു അൻസാരിയ ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹദീസിൽ വരുന്നത് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ എന്നാണ്. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു അമീറായി നിശ്ചയിച്ച ഒരു ജമാഅത്ത് വിടുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുന്നതിന് മുമ്പ് അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, യസ്മഉഹു വയുതിഉഹു, അമീറിനെ അനുസരിക്കണം, അമീർ പറയുന്ന കേൾക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അമീറിനെ അവർ പ്രകോപിപ്പിച്ചു. അമീറിന് ഇഷ്ടപ്പെടാത്ത എന്തോ ചെയ്തു. അപ്പോൾ അമീർ ഇവരെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അമീറല്ലേ? ഇവർ പറഞ്ഞു, അതെ. എന്നെ അനുസരിക്കണം എന്ന് റസൂൽ പറഞ്ഞു വിട്ടിട്ടില്ലേ? ഉണ്ട്, നിങ്ങളെ അനുസരിക്കണം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നാൽ ഇതൻ അജ്മി ഉലി ഹത്തബ, നിങ്ങളെല്ലാവരും പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു അമീറിനെ അനുസരിക്കണമല്ലോ, എല്ലാവരും പോയി കുറച്ച് വിറക് സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. വിറക് കൊണ്ടുവന്നപ്പോൾ അമീർ പറഞ്ഞു, ഫൗഖ്ദീലി നാറ, ആ വിറക് കൂട്ടിയിട്ടിട്ട് എല്ലാവരും കൂടി തീ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിറകിനങ്ങനെ തീ കൊടുത്തു. ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അമീർ പറഞ്ഞു, ഉദ്ഖുലു ഫിഹ, നിങ്ങളെല്ലാവരും ആ വിറക് തീയിലേക്ക് ചാടാൻ പറഞ്ഞു. അപ്പൊ ഇവരാകെ അങ്കലാപ്പിലായി. ആളിക്കത്തുന്ന തീയിലേക്ക് ചാടാനാ പറയുന്നത് അമീറാണ്. അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ്. പ്രത്യേകം റസൂല പറഞ്ഞു വിട്ടതാണ് അമീറിനെ അനുസരിക്കണം. ഇവരേതായിരുന്നാലും തീയിലേക്ക് ചാടാൻ വേണ്ടി തീയുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് ഫനളറ ബഅ്ളുഹും ബഅ്ള, പരസ്പരം ഇങ്ങനെ നോക്കിയെന്ന, ചാടണോ വേണ്ടേ? എന്നിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു, ഇത്തബഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറാറൻ മിനന്നാരി, നമ്മളൊരു കാലത്ത് മുശ്രിക്കുകളായിരുന്നു. റസൂല് വന്ന് ഈ തൗഹീദ് പറഞ്ഞപ്പോ നമ്മൾ ഈ റസൂലിന്റെ കൂടെ കൂടിയത് തന്നെ നാറിന്ന് രക്ഷപ്പെടാനാണ്, നരകത്തിന്ന് രക്ഷപ്പെടാനാണ്, തീന്ന് രക്ഷപ്പെടാനാണ് റസൂലിന്റെ കൂടെ കൂടിയത്. ഇപ്പൊ അമീർ പറഞ്ഞത് തീയിലേക്ക് ചാടാനാണ്. നമുക്ക് റസൂലിനോട് ചോദിച്ചിട്ട് ചാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മദീനയിലേക്ക് വന്നു. മദീനയിൽ നിന്ന് റസൂലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അമീർ തീ ചാടാനാ പറയുന്നത്, അമീറിനെ അനുസരിക്കുന്നത് താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദഖൽതും ഫീഹാ, നിങ്ങളെങ്ങാനും ആ തീയിലേക്ക് ചാടിയിരുന്നെങ്കിൽ ലാസിൽതും ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾ അന്ത്യനാൾ വരെ ആ തീ കിടക്കുമായിരുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. ഇന്നമത് തഅത്തു ഫിൽ മഅറൂഫ്, അനുസരിക്കേണ്ടത് നല്ല കാര്യങ്ങളിൽ മാത്രമാണ്. ഒരാളെ അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ പറയുന്ന എല്ലാം അനുസരിക്കണം എന്നല്ല, അയാൾ പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുക, ഒരു മോശമായ കാര്യത്തിൽ അനുസരിക്കാൻ പാടില്ല. ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ പടച്ചതമ്പുരാനെ എതിര് ചെയ്യുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടി അനുസരിക്കാൻ പാടില്ല. ഇത് പറയുന്ന സന്ദർഭം ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് നൽകുന്ന ഒരു സന്ദേശവും, അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു കാര്യം ആര് പറഞ്ഞാലും അനുസരിക്കേണ്ട. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കേണ്ട, ഉസ്താദ് പറഞ്ഞാൽ അനുസരിക്കേണ്ട, ഭരണാധികാരി പറഞ്ഞാൽ അനുസരിക്കേണ്ട. അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു കാര്യത്തിൽ ആരെയും അനുസരിക്കാൻ പാടില്ല. ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട് മാതാപിതാക്കളുടെ വിഷയത്തിൽ, വൈൻ ജാഹദാക അലാ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കണം, എന്തു പറഞ്ഞാലും അനുസരിക്കണം. പക്ഷേ എന്റെ ദീനിനെതിരായ ഒരു കാര്യം അവർ പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അവരനുസരിച്ചു പോകരുത്. ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കരുത്. അതുകൊണ്ട് ഈ ഹദീസ് പഠിപ്പിക്കുന്ന സന്ദേശം ഇതാണ്, നന്മയിൽ മാത്രം ആരെയും അനുസരിക്കുക, തിന്മയിൽ ഒരാളെയും അനുസരിക്കാതിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.